സോ കഴിഞ്ഞ 2 വീഡിയോസിൽ ഞാൻ ഊസാപ്പിനെ കുറെ പുച്ഛിച്ചായിരുന്നു. എങ്ങനെ പുച്ഛിക്കാതിരിക്കാൻ പറ്റും? ഡ്രസ്റോസയെ വെച്ചാണ് ഊസാപ്പ് അവസാനമായി എന്തെങ്കിലും കാര്യമായ കാര്യം ചെയ്തത്. എന്നിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എൽബാഫ് ആകുമ്പോഴത്തേക്കും അത് പുള്ളിന്റെ ആർക്കായിരിക്കും, അവിടെ പുള്ളി ഷൈൻ ചെയ്യും എന്ന് വിചാരിച്ചാണ്. എൽബാഫിൽ ഇപ്പോൾ ഫൈനൽ ബാറ്റിൽ തുടങ്ങാൻ പോവുകയാണ്. എന്നിട്ടും ഊസാപ്പ് ഇതുവരെയായിട്ടും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൽബാഫിന്റെ ഫൈനൽ ബാറ്റിൽ ഒരു സുപ്രധാന റോൾ വഹിക്കാനുള്ള പൊട്ടൻഷ്യൽ ഊസാപ്പിന് ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇതുവരെയുള്ള ഊസാപ്പിന്റെ ഒപ്പോണൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സ്പെഷ്യൽ, ആരെക്കൊണ്ടും ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ഓവർ പവേർഡ് ആയിട്ടുള്ള ഡെവ് ഷൂട്ടുള്ള ഒപ്പോണൻസിനെയാണ് ഊസാപ്പ് എപ്പോഴും ഫൈറ്റ് ചെയ്യാറ്. ത്രില്ലർ ബാർക്കിലെ പെറോണിയും ഡ്രസ്റോസയിലെ ഷുഗറും ഇതിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ എൽബാഫിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഓവർ പവേർഡ് ഡെവ് ഷൂട്ടുള്ള ആളാണ് കില്ലിംഗ്ഹാം. ഇപ്പോൾ എൽബാഫിൽ നിലവിലുള്ള 3 ഗോഡ്സ് നൈറ്റിൽ ഒരാളാണ്. ഡ്രാഗൺ ഫ്രൂട്ട് മോഡൽ കിറിൻ എന്ന മിത്തിക്കൽ സോൺ ഫ്രൂട്ടാണ് പുള്ളി കഴിച്ചത്. കില്ലിംഗ്ഹാമിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ആൾക്കാരെ ഉറക്കി അവരുടെ ദുസ്വപ്നങ്ങളിൽ നിന്നുള്ള മോൺസ്റ്റേഴ്സിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ പവർ ഉപയോഗിച്ചാണ് കില്ലിംഗ്ഹാം കുറെ കുട്ടികളുടെയും ഈവൻ അഡൽട്ട് ജയൻസിന്റെയും ദുസ്വപ്നങ്ങളിൽ നിന്ന് നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സിനെ വെളിയെ കൊണ്ടുവരികയും അവരുപയോഗിച്ച് ഒരു വലിയ സൈന്യം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് നൈറ്റ്മെയർ ക്രീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് നിലവിൽ ആർക്കും അറിയില്ല. ഇവിടെയാണ് ഊസാപ്പ് വരുന്നത്. ഊസാപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഊസാപ്പിന് എല്ലാത്തിനും പേടിയാണ്. കാരണം ഊസാപ്പ് ജീവിക്കുന്നത് തന്നെ ഒരു നൈറ്റ്മെയറിലാണ്. കില്ലിംഗ്ഹാമിന് അതുകൊണ്ട് തന്നെ ഊസാപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു നൈറ്റ്മെയർ മോൺസ്റ്ററിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഊസാപ്പിന് ചുറ്റുമുള്ള എല്ലാത്തിനെയും ഊസാപ്പിന് പേടിയാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഊസാപ്പിന് കില്ലിംഗ്ഹാമിനെ തോൽപ്പിക്കാൻ പറ്റില്ല. കില്ലിംഗ്ഹാമിനെ തോൽപ്പിക്കാൻ ഊസാപ്പ് മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടി വരും. നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സ് ഓരോരുത്തരുടെയും പേടിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ ഇല്ലാണ്ടാക്കാൻ അവരാ പേടിയെ അതിജീവിക്കണം. ഊസാപ്പ് എന്ന വളരെ വീക്കായ ഒരാള്, ഒരു പേടിത്തൊണ്ടൻ, കില്ലിംഗ്ഹാമിനെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ബാക്കിയുള്ള ജയൻസും ഇത് കണ്ട് മോട്ടിവേറ്റഡ് ആവുന്നു. ഊസാപ്പിന്റെ ഈ ധീരത കണ്ട് എൽബാഫിലെ ജയൻസ് അവരവരുടെ ഭയത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ ഫൈനലി അവർ നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടെയും ഇതിലൂടെ നടക്കുന്നുണ്ട്. ഊസാപ്പിന്റെ ഒരു വലിയ ഡ്രീമാണ് എൽബാഫിലെ ജയൻസിനെ പോലെ ഒരു ബ്രേവ് വാറിയർ ആവണം എന്നുള്ളത്. കില്ലിംഗ്ഹാമിനെ ഫൈറ്റ് ചെയ്ത് അതേസമയം ജയൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ഊസാപ്പ് എൽബാഫ് ജയൻസിന് മുമ്പിൽ ഒരു ബ്രേവ് വാറിയർ ആയി തീരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഡ്രസ്റോസയ്ക്ക് ശേഷം ഊസാപ്പിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂമെന്റ്സ് ആയി ഇത് മാറും. അതായിരുന്നു എന്റെ തിയറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. അത്രേ ഉള്ളൂ. വീണ്ടും കാണുന്നവരെ പീസ്.